പോളിംഗ് കഴിഞ്ഞ് നമുക്ക് ഒക്കെ ദീർഘമായി ഒന്ന് റെസ്റ്റ് എടുക്കാനുള്ള സമയമൊക്കെ ഉണ്ട്. എന്തായാലും വളരെ അത്ഭുതകരമായ ഒരു ഡേറ്റ് ആയിപ്പോയി ഏപ്രിൽ 9 എന്നുള്ളത്. കാരണം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി അടുത്ത ആഴ്ചയാണ്. 7 ദിവസം കഷ്ടിച്ചല്ല. ഇന്ന് 15 തീയതി. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി കഴിയുകയാണ്. നാളെ മുതൽ ഇന്ന് മുതൽ ആലോചിക്കാൻ കഴിയില്ല. എന്തായാലും നാളെ തൊട്ടല്ലേ കാര്യങ്ങളിലേക്ക് കടക്കാൻ എല്ലാവർക്കും കഴിയുകയുള്ളൂ. ഇപ്പോൾ 16 തുടങ്ങിയാൽ 22, 23 7 ദിവസം കഷ്ടിച്ച് 7 ദിവസം, ഒരാഴ്ചക്കുള്ളിൽ നാമനിർദ്ദേശ പത്രിക കൊടുക്കാനുള്ള സമയം കഴിയുകയാണ്. ഇനി സീറ്റ് തർക്കത്തിനോ സ്ഥാനാർത്ഥി നിർണയത്തിനോ ഒന്നും സമയമില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ഇന്ന് നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് സ്ഥാനാർത്ഥിമാരെ പ്രഖ്യാപിച്ചാൽ കൊള്ളാം. നമ്മുടെ പ്രതിനിധികൾ ആവശ്യമുണ്ട്. ബാലഗോപാൽ, അതുപോലെ തന്നെ പി ബസന്ത് തുടങ്ങിയ ആളുകളെയൊക്കെ ആവശ്യമുണ്ട്. നമുക്കിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ് എന്ന് പറയുന്നത് 9-ാം തീയതി തെരഞ്ഞെടുപ്പ് എന്നുള്ളതാണ്. ഏപ്രിൽ 9-ാം തീയതി തെരഞ്ഞെടുപ്പ്, മെയ് 4-ാം തീയതി വോട്ടെണ്ണൽ. അതാണ് നമ്മുടെ മുമ്പിലുള്ള ചിത്രം. 9-ാം തീയതി തെരഞ്ഞെടുപ്പ് എന്നുള്ളത് കുറച്ച് ഞെട്ടലോടുകൂടിയാണ് ഇപ്പോൾ രാഷ്ട്രീയ കേരളം ഉൾക്കൊള്ളുന്നത്. വലിയ ഞെട്ടലാണ്. ഏപ്രിൽ 9 വോട്ടെടുപ്പ് എന്ന തീയതി ഒരിക്കലും സാധാരണ നിലയിൽ പ്രതീക്ഷിക്കുന്ന ഒരു തീയതിയല്ല. നാമനിർദ്ദേശ പത്രിക ഇനി സമർപ്പിക്കണം. അതിനു മുൻപ് സ്ഥാനാർത്ഥികളെല്ലാം ഫൈനലൈസ് ചെയ്യണം. അതിനുശേഷം വേണമല്ലോ നാമനിർദ്ദേശ പത്രികയെക്കുറിച്ച് ആലോചിക്കാൻ. അതിന് നിയമപരമായ പരിശോധനകൾ ആവശ്യമുണ്ട്. കൃത്യമായി തള്ളാതെ പത്രിക സമർപ്പിക്കണം. അതിനുള്ള സമയം വേണം. പിന്നീട് പിൻവലിക്കാനുള്ള സമയം. അപ്പോൾ ഒരു മത്സര ചിത്രം തെളിയുന്നതിന് സാധാരണ നിലയിൽ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ അല്പം ഒരു ആശ്വാസകരമായ സമയം കിട്ടാറുണ്ട്. പക്ഷേ ഇത് 23-ന് പത്രികാ സമർപ്പണം, 24 സൂക്ഷ്മ പരിശോധന, 25, 26 എന്നാണ് 26-ന് പിൻവലിക്കാനുള്ള അവസാന തീയതി. 26-ന് ഒറ്റയാഴ്ച സമയമാണ്. കൃത്യം ഒറ്റയാഴ്ച സമയമാണ് ബാക്കിയുള്ളത്. ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ എന്നുള്ളതാണ് വളരെ കൗതുകകരം. 23/3/2026 ലാസ്റ്റ് ഡേറ്റ് ഓഫ് മേക്കിംഗ് നോമിനേഷൻസ്. സ്ക്രൂട്ടിനി നടക്കുക 24-നാണ്. പിൻവലിക്കാനുള്ള അവസാന തീയതി 26/3/2026. 9-ാം തീയതി തെരഞ്ഞെടുപ്പും. വളരെ വളരെ അടുത്ത ദിവസത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നുവെന്ന കാര്യമുണ്ട്. 25 ദിവസം കഷ്ടിയാണ് ഇനി തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചുള്ളത്. 25 ദിവസം മാത്രമേ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ബാക്കിയുള്ളൂ. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പിന്റെ അനൗൺസ്മെന്റോടുകൂടി വന്നു കഴിയും. 25 ദിവസം മാത്രമേ ഇനി ബാക്കിയുള്ളൂ. അതായത് കണ്ണടച്ച് തുറക്കുന്ന നേരത്തിനുള്ളിൽ ഒരു തെരഞ്ഞെടുപ്പ് കാലം കടന്നു പോവുകയാണ്. കണ്ണടച്ച് തുറക്കുന്ന നേരത്തിനുള്ളിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരു ഷോക്ക് നിശ്ചയമായി ഉണ്ടാവും. ഇന്നിപ്പോൾ 15-ാം തീയതി, 5 ദിവസം എടുക്കും. സജീവമായ ഒരു കാൻഡിഡേറ്റ് സാധാരണ നില ഇനി 2 ദിവസത്തിനകം തീരുമാനിക്കപ്പെട്ടാൽ പോലും 20-ാം തീയതി. അങ്ങനെ നോക്കുകയാണെങ്കിൽ ആകെ 20 ദിവസം, 19-20 ദിവസമാണ് ആകെ പ്രചാരണത്തിന് കിട്ടുക. അതും നിശബ്ദ പ്രചാരണമൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ ദിവസമില്ല. ഇനി ആകെ 25 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. ഇവൻ മാധ്യമങ്ങൾക്ക് പോലും ഒന്ന് ഇറങ്ങാനുള്ള സമയം എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. അടുത്തടുത്ത് വരികയാണ്. കണ്ണടച്ച് തുറക്കുന്നതിനിടയ്ക്ക് തെരഞ്ഞെടുപ്പ് വരികയാണ്. മെയ് 4-ാം തീയതി വരെ പക്ഷേ നമ്മൾ കാത്തിരിക്കുകയും വേണം റിസൾട്ട് അറിയാൻ എന്നുള്ളതാണ് മറ്റൊരു കാര്യം. എന്തായാലും ഏപ്രിൽ 9 മുതൽ മെയ് 4-ാം തീയതി വരെ മൊത്തത്തിലൊരു ഓഫ് മൂഡ് കേരളത്തിലുണ്ടാവും. എന്തായാലും മധ്യവേനൽ അവധിയൊക്കെ രാഷ്ട്രീയ പ്രവർത്തകരും അവരുടെ കുടുംബാംഗങ്ങളും മാധ്യമ പ്രവർത്തകരൊക്കെ ആഘോഷിക്കട്ടെ ചിലപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിചാരിക്കുന്നുണ്ടാവും. ഏതായാലും മെയ് 4-നാണ് വോട്ടെണ്ണൽ. കേരളം ആര് ഭരിക്കും എന്ന സുപ്രധാനമായ ചോദ്യത്തിന്റെ ഉത്തരം മെയ് 4-ന് ഉണ്ടാകാൻ പോകുന്നു. മെയ് 4-നാണ് വോട്ടെണ്ണൽ. അതേസമയം വോട്ടെടുപ്പ് ഏപ്രിൽ 9-നാണ്. അപ്പോൾ കുറേ ദിവസം കാത്തിരിക്കേണ്ടി വരുന്നു. ഏപ്രിൽ 9 മുതൽ മെയ് 4 വരെ കാത്തിരിക്കണം. കേരളം ആര് ഭരിക്കും, ഓരോ നിയമസഭാ മണ്ഡലത്തിലെയും പുതിയ ജനപ്രതിനിധി ആര്, ആർക്കാണ് വോട്ട്, ആർക്കാണ് കേരളത്തിന്റെ ജനമനസ്, ആർക്കൊപ്പമാണ് എന്ന് മനസ്സിലാക്കാൻ കാത്തിരിക്കേണ്ടി വരും. ഏപ്രിൽ 9-ന് മാത്രമേ റിസൾട്ട് അറിയാൻ നമുക്ക് കഴിയുകയുള്ളൂ. ഏപ്രിൽ 9-നാണ് വോട്ടെടുപ്പ്. മെയ് 4-ന് മാത്രമേ റിസൾട്ട് അറിയാൻ നമുക്ക് കഴിയുള്ളൂ. ഒറ്റഘട്ടമായാണ് നേരത്തെ പ്രതീക്ഷിക്കപ്പെട്ടതുപോലെ വോട്ടെടുപ്പ് കേരളത്തിൽ നടക്കാൻ പോകുന്നത്. അതേസമയം വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇനി രാഷ്ട്രീയ പാർട്ടികൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉൾപ്പെടെ പൂർത്തീകരിച്ച് തിരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് വേഗത്തിൽ സജീവമാകേണ്ട സാഹചര്യമാണ് ഉള്ളത്. തീർച്ചയായിട്ടും പടാന്ന് ഇനി സ്ഥാനാർത്ഥി പട്ടിക എനിക്കൊന്നും ബിനോയ് വിശ്വം CPIയുടെ സ്ഥാനാർത്ഥി പട്ടിക പറയാൻ വേണ്ടിയിട്ട് എത്തിക്കഴിഞ്ഞു. ഏതാനും നിമിഷങ്ങൾക്കും CPIയുടെ സ്ഥാനാർത്ഥിമാരെ അറിയാം. ഇനി കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിൽ സ്ഥാനാർത്ഥിമാരെ അറിയാൻ കഴിയും.